എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവികമായ ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മണ്ണിലെ മണിക്കൂറുകളോളം കർത്താവിൻ്റെ വചനം കേട്ടതാണ്. ഒരു കാര്യം സത്യമാണ്, കർത്താവ് ഈ ധ്യാനം കൂടി ഒരു കുഞ്ഞിനെ പോലും വെറും കൈയോടെ വിടത്തില്ല. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ യാൾത്താറെ നടന്ന 10,000 ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ 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 ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ഞങ്ങളെ നോക്കി കാണുന്നതിന് നന്ദി പറയുന്നു, ഞങ്ങളെ സന്ധിക്കുന്നതിന് നന്ദി പറയുന്നു, ഞങ്ങളെ കരുണയോടെ നോക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ജോലി ലഭിക്കാത്തവര്, ജോലി ലഭിക്കാത്തവര്, മക്കളില്ലാത്തവര്, വിവാഹം വരാത്തവര്, സാമ്പത്തിക നഷ്ടമുള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തികളിൽ ഇരിക്കുന്നവര് കർത്താവിന്റെ നാമത്തില് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തകർന്ന വ്യാപാരങ്ങള്, തകർന്ന വ്യവസായങ്ങള്, വരുമാന മാർഗങ്ങള്, കൃഷികള്, മത്സ്യത്തൊഴിലാളി മേഖലകള് അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗർഭിണികള്, മക്കളില്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തകർന്നവര്, അതിന് തർക്കമുള്ളവര്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനാജീവിതം തകർന്നവര്, സാക്ഷ്യത്തിന് വഹിക്കാൻ ഭയമുള്ളവര് കർത്താവിന്റെ നാമത്തിന് ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ വൈകുന്നേരമായപ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി നമുക്ക് കിടക്കാനുള്ള സ്ഥലം ഒരുക്കാൻ പറഞ്ഞു.
വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞാണ്, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, വളരെ ശുദ്ധഗതിക്ക് പറഞ്ഞതാണ്. അവൻ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞ്, നമുക്ക് രാത്രി തങ്ങാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഇടാനുള്ള അടുക്കളയൊക്കെ വേണം, കുറച്ച് പരിപാടിയുണ്ട് എൻ്റെ അടുത്ത്. അതാണ് സംഭവം. യഹൂദൻ്റെ മെയിൻ ആഹാരമാണല്ലോ മീൻ ചുടലും ചപ്പാത്തി ചുടലും ഒക്കെ. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള സ്ഥലം വേണം, വീട് വേണം. നമുക്ക് 10-12 പേർക്ക് ഉറങ്ങുകയും ചെയ്യണം. അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ഇവരെ ന്യൂട്രലായിട്ട് നേരത്തെ പറഞ്ഞു വിടും. ആരെ വിടണത്? യാക്കോബിനെ, യോഹന്നാനെയും. കൂട്ടത്തിൽ ഇടിവെട്ട് പാർട്ടിയാണ്, ഒന്നിനും സമാധാനം ഇല്ലാത്ത പാർട്ടിയാണ് ഈ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു വിടുന്ന ആൾക്കാർ നോക്കണം. അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയാണ് പറഞ്ഞു വിട്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായി, എല്ലാം ശാന്തമായിട്ട് നടന്നു തരാം. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ ഓടുന്ന വണ്ടി അകത്ത് കിടന്ന് ഓടുന്ന ആൾക്കാരാണ് അവന്മാരുടെ പേര് തന്നെ ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ബൊനേർഗസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇടിവെട്ട് പോലെ നടക്കണം പാർട്ടിക്ക്. അതിൻ്റെ പേര് തന്നെ അതാ. ബൈബിളിൽ അവരുടെ പേരിട്ടിരിക്കണത് ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. ഇടിനാഥത്തിന് ആരും വെയിറ്റ് ചെയ്യത്തില്ല, ഇടിവെട്ട് ആർക്കും വെയിറ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് നടക്കണം. ഇടിവെട്ട് ആൾക്കാരാണ്. ബൈബിൾ അതിൻ്റെ പേരവർ ഈ 2 കക്ഷികളെ പറഞ്ഞു വിടണത്. എന്താ ഇവർ ചെയ്യണത്? ഇവർ ചെന്നേച്ച് ദാർഢ്യമുണ്ട് ഇവർക്ക് കാര്യം അപ്പം തന്നെ ഈ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്ന പാർട്ടിനെ വിട്ടിരിക്കണത്. ഇത് ഇവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ നാളെ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് കൊള്ളാതെ വരും. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവരെന്താ ചെയ്തിരിക്കണത്? അവർ സമറിയക്കാരുടെ പട്ടണത്തിൽ ചെന്നിട്ട് അവരുമായിട്ട് ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പറയുന്നതിന് അവതരിപ്പിക്കുന്നതിനൊക്കെ രീതികളുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഇവർ ദാർഢ്യത്തോടെ അവതരിപ്പിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്താ പിടിച്ചില്ലേ എന്ന് ചോദിക്കും. ആ രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴേ സമരക്കാർക്ക് അവിടെ കൂറലായി. അവർ പറഞ്ഞ്, ജെറുസലേമിലേക്കല്ല, ഈ ഇന്ദ്രനായാലും ശരി ഇവിടെ കൂടി പോണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എൻ്റെ കൈയും കാര്യം വിട്ടു എന്ന് പറഞ്ഞു. അതോടുകൂടി ഇവരുടെ യഥാർത്ഥ സ്പിരിറ്റ് പുറത്തു വന്ന് ഇവർ മിണ്ടാതെ വന്നിട്ട് ഈശോൻ്റെ അടുത്ത് പറയണ വർത്തമാനമുണ്ട്. എന്താ പറയണത്? അവർ ഈശോയോട് പറയണത്, ആകാശത്തുനിന്ന് ഇടുത്തി വന്ന് അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, ഞങ്ങൾക്ക് അതിൻ്റെ അധികാരം തരാൻ. അപ്പോൾ സാഹചര്യം മാറിയപ്പോഴേ ഇവരുടെ ഈശോയുടെ സ്പിരിറ്റൊന്നുമില്ല. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സ്നേഹം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചൊക്കെ ശരിയാണ്. പക്ഷെ വേദപാഠം ഇവിടെ ഏറ്റില്ല. കരിവന്മാരുടെ ഉള്ളിലിരിക്കണ വേറെ അരൂപിയാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി എടുത്താലും ആ പഴയ അരൂപിയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണി മേടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ആലപ്പുഴയെന്ന് വല്ല കഥയുണ്ടാ? അപ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾ ഉടമ്പടി എടുത്താലും വല്ലതൊക്കെ എഴുതിയിടുകയില്ല. ചില ആൾക്കാർ ഇവിടെ എഴുതുകയില്ല, അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം, ഞാൻ കളിയാക്കുമല്ല, ചുമ്മാ ഈ പെട്ടി കാണുമ്പോൾ എഴുതിയിട്ടേച്ചും പോവും. അങ്ങനെ വല്ല എഴുതിയിടലും ആയിട്ട് ഈ പഴയ ആൾക്കാരുടെ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് വെളുക്കാൻ തേക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. ഉടമ്പടിയുടെ സ്പിരിറ്റുണ്ട്. അതാണ് പ്രശ്നം. അവരെന്താ പറയുന്നത്? ഇവർ പറയണത്, ഞങ്ങൾ ഇവരോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ഇതിനുള്ളിൽ ഈ ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി സമറിയക്കാരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ് ഈശോയോട് ചോദിക്കണത്. അപ്പോൾ ഈ കക്ഷികൾ ഇത്രയും നാൾ പഠിച്ച വേദപാഠം, കർത്താവിൽ നിന്ന് പഠിച്ച വചനങ്ങൾ എല്ലാവരും മറന്നു. കാര്യം ഇത് ലൂക്കായുടെ 10-ാം അധ്യായത്തിലാണ് ഈ സംഭവം ഉള്ളത്. ആ 7-ാം അധ്യായത്തിലേക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതായത് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ മറ്റുള്ളവരോടും ചെയ്യണമെന്ന്. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ആ കക്ഷികളാണത്. പക്ഷെ പഠനമൊന്നും ഇവിടെ ഏറ്റില്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് മറ്റുള്ളവരോട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ നന്ദി ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന
ആരാധന ആരാധന അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. ലൂക്ക 6:31. ലുക്ക 6:31. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറും. ഇത് ലൂക്ക 6:31 ഈ സമറിയക്കാരൻ ഇടുത്തി വീട്ടെന്ന് പറയണത് 9:54 ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? സംഭവം മനസ്സിലായില്ലേ? 6:31 എന്താ പറഞ്ഞിരിക്കണേ? ഈശോ പഠിപ്പിച്ചത് എന്താണ്? 6:31 ഈശോ പഠിപ്പിച്ചത് എന്താണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറി. ഇത് ഗോൾഡൻ റൂൾ എന്നാണ് പറയണത്. ഈ ഗോൾഡൻ റൂളിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കക്ഷികളാണ് ഇപ്പോഴും പോയിട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു വിഷയം വന്നപ്പോൾ അവിടെ തനി സ്വഭാവം കാണിക്കണത്. നിങ്ങൾ എന്ത് പഠിച്ചാലും വിഷയം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. പിടികിട്ടിയാ? ഒറ്റ നടക്ക് പോകത്തില്ല ഈ സംഭവം. നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:55 ടിപ്പണി നോക്കുക. 9:55 ടിപ്പണി. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 9:54 ടിപ്പണി. ടിപ്പണി എന്ന് മനസ്സിലായി? ടിപ്പണി എന്ന് വെച്ചാൽ ഫുട് നോട്ട്സ്. ബൈബിളിലെ ചില കയ്യെഴുത്ത് പ്രതികൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് മെയിൻ സ്ട്രീമിൽ കണ്ടില്ലെങ്കിൽ ടിപ്പണിയിലുണ്ടാവും. ആ ടിപ്പണിയിൽ പ്രധാനപ്പെട്ട ചില കയ്യെഴുത്ത് പ്രതികളിലുള്ളതാണ് പറയണത്. 9:55 പറഞ്ഞു. കർത്താവേ, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. നെക്സ്റ്റ് വേർഡ്. ചില കയ്യെഴുത്ത് പ്രതികളിൽ താഴെപ്രകാരവും കാണുന്നു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏതു വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാണ് വിഷയം. അതായത് വചനം നടപ്പിൽ വരുത്തണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആദ്യം സ്പിരിറ്റ് ഡിസേൺ ചെയ്യേണ്ടി വരും. നമ്മളിലുള്ള സ്പിരിറ്റില്ലേ, അതാണ് 9:54. ഇപ്പോൾ ഇവരെന്താ, യാക്കോബ് യോഹന്നാൻ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്താ തിരിച്ചു ചോദിക്കണത്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? എന്തരൂപിയായിരിക്കും? അവരെ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തരൂപിയായിരിക്കും? അത് യോഹന്നാൻ 10:10 അരൂപിയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 10:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ അത് അരൂപിയാണെന്ന്? അവരെ തീയും ഗന്ധകവും വീണ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന അരൂപി എന്താണ്? യോഹന്നാൻ 10:10 അരൂപിയാണ്. എന്താണത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. നശിപ്പിക്കുന്ന അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പറഞ്ഞത് കഥയൊന്നുമില്ല, ദുഷ്ടാരൂപിയാണ് നയിക്കണത്. സഭയിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുഷ്ടാരൂപിയെ കാണാൻ പറ്റൂ. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഷ്ടാരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന് ഈശോ പറയത്തില്ല. ഈശോ അതായത് ഭയങ്കര ടീച്ചറാണ്, ആത്മാവിൽ നിറഞ്ഞ ടീച്ചറാണ്. ആരെയും ബ്രാൻഡ് ചെയ്യത്തില്ല. യു ആർ ലീഡിങ് ബൈ ദ ഈവിൾ സ്പിരിറ്റ് എന്ന് ഈശോ പറഞ്ഞില്ല. യു മസ്റ്റ് ഇൻട്രോസ്പെക്റ്റ്. നിങ്ങളത് ആന്തരികമായിട്ട് ശോധന ചെയ്തെടുക്കണം. എന്ത് ചെയ്യണം? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന്. ഇത് ഓരോരുത്തരുടെ ചുമതലയാണ്, വേറെ ആരും പറയേണ്ട ചുമതലയല്ല. നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ വ്യക്തിയും കണ്ടെടുക്കണം. ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. 3 അരൂപിയുണ്ട്. ഏതരൂപിയാണ്? ദുഷ്ടാരൂപി, ലോകാരൂപി, ദൈവാരൂപി. പിടികിട്ടിയ? ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യാനനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, രോഗികളെ കാണാൻ പറ്റണില്ലല്ലോ, ചില ആൾക്കാർ രോഗികളെ കുളിപ്പിക്കാൻ പറ്റണില്ലല്ലോ, ചിലർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ, ചിലർക്ക് പത്രം പോലും കൊടുക്കാൻ പറ്റണില്ലല്ലോ. യു ആർ ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ ഒരു മനുഷ്യരുടെ പേടിയുടെ അരൂപിയായി നിങ്ങൾ നയിക്കപ്പെടുന്നു. യു ആർ നോട്ട് ലയബിൾ ടു ടേക്ക് കവനന്റ്. നിങ്ങൾ ഉടമ്പെടുക്കാൻ ബാധ്യതയല്ല, യോഗ്യതയുമില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ നയിക്കപ്പെടുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ചുകൊണ്ട് പാടുക. എന്റെ ഉള്ളിൽ വസിക്കാനേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ 9:55 അല്ലെങ്കിൽ 9:54 ലൂക്കാസ് വിശേഷത്തിന് ടിപ്പണിയിൽ ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതാണ്. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല അരൂപികളും നമുക്ക് ചെയ്യാൻ പറ്റും. ദുഷ്ടാരൂപി ചെയ്യാൻ പറ്റും, ലോകാരൂപി ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും വന്നിരിക്കുന്ന മത്സരങ്ങളെല്ലാം മത്സരത്തിലാണ് നിങ്ങൾ ഉടമ്പടിയിൽ
നിയോഗങ്ങൾ വെച്ചിരിക്കണമെങ്കിൽ അത് ലോകാരൂപിയിലാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. മത്സരത്തിലാണ്. നിങ്ങൾ ഒരു സ്ഥലം വിൽക്കാൻ പോകുമെന്ന് വിചാരിച്ചോ, സ്ഥലം വിൽക്കണമെന്ന് വിചാരിച്ചോ, അകലെ കിടക്കുന്ന സ്ഥലമാണ്, നമുക്കവിടെ പോയി നോക്കാനൊന്നും പറ്റത്തില്ല, നാട്ടുകാരെ കൈകേറുകയാണ്, അതൊക്കെ ശരിയാണ്, ആ പ്രശ്നങ്ങളെല്ലാം ശരിയാണ്, അതിനകത്ത് തെറ്റാണ്. പക്ഷേ നിങ്ങളത് വിൽക്കാൻ പോകുന്നു, എന്തിനാണ് വിൽക്കാൻ പോണത്? നിങ്ങൾ വിൽക്കാൻ പോകുന്നതിൻ്റെ കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു നില കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്, അത് കുഴപ്പമില്ല, മകളുടെ കല്യാണമാണ്, അതൊക്കെ പറഞ്ഞ് ദൈവം അനുവദിക്കും. പക്ഷേ അതിനുശേഷം നിങ്ങൾ കാറിൻ്റെ ബ്രാൻഡ് മാറ്റാൻ പോകുന്നു, അതും ചില സമയത്ത് ദൈവം അംഗീകരിക്കും. പക്ഷേ ഉദ്ദേശം എന്താണ്? മത്സരമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട്. അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കാറിനേക്കാൾ മേത്തരം കാറ് മേടിച്ചിട്ട് അവിടെ മേക്കെട്ട് കയറാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടപ്പിൽ വെച്ച് വെള്ളമെടുത്ത് വാങ്ങി വെക്കേണ്ടി വരും, നടക്കത്തില്ല. 3 ഫെബ്രുവരി മാസം 2-ാം തീയതി ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് 150 പോലീസുകാർ റെയ്ഡ് നടത്തുവാനായിട്ട് ആശ്രമത്തിന് ചുറ്റും അകത്തും പുറത്തുമായിട്ട് വളഞ്ഞു. ആശ്രമത്തിൻ്റെ അകത്ത് വന്ന് ഞങ്ങളുടെ കയ്യിലിരുന്ന മൊബൈല്, എന്നോട് ഹസ്ബൻഡേത്, സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മൊബൈൽ വാങ്ങി. ഞങ്ങളുടെ ആശ്രമത്തിലുണ്ടായിരുന്ന മാനസിക രോഗികളായ 250 മക്കളെ വേറെ ഹോമിലേക്ക് മാറ്റുകയും ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വിഴുപ്പുറത്തിലുള്ള കടലൂർ എന്ന സ്ഥലത്തുള്ള സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. 89 ദിവസം ഞാനും എൻ്റെ ഭർത്താവും എന്നോട് സ്റ്റാഫ് 8 പേര് അടക്കവും ജയിലിലായിരുന്നു. ജയിലിൽ ഞങ്ങൾ പോകുവാനിടയായ കാരണം ആശ്രമത്തിലിരിക്കുന്ന രോഗികളുടെ കിഡ്നി എടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ആശ്രമത്തിൽ നിന്ന് വെളിനാട്ടിൽ നിന്ന് ഫോറിൻ ഫണ്ട് വരുന്നു എന്നുള്ള 14 കേസുകളാണ് ഞങ്ങളുടെ പേരിൽ പോട്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അറസ്റ്റിലായി ജയിലിലായിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു, 3 വർഷമായിട്ട് ഉടമ്പടിയുടെ അടുത്ത് ലാസ്റ്റ് 3ാമത് തടവ പുതുക്കി പോകുന്ന സമയത്താണ് ആശ്രമത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് തീഷ്ണമായി കരഞ്ഞ് കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും അമ്മ മാതാവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല, എല്ലാം അമ്മ മാതാവ് അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ജയിലിലിരുന്ന് തീഷ്ണമായിട്ട് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 86ാമത്തെ ദിവസം രാത്രി പരിശുദ്ധ അമ്മ മാതാവ് സ്വപ്നത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ്. അമ്മ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്ക് കാണുമ്പോൾ നല്ല ഉറക്കത്തിലാണ് ഞാൻ അമ്മയെ കാണുന്നത്. അമ്മ എൻ്റെ അടുത്ത് വന്ന് ഈ ആൾത്താരയിൽ അമ്മ എങ്ങനെ നിൽക്കുന്നുവോ അതേ ചാരക്കളറുള്ള ഉടുപ്പിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് പറയണത്. അമ്മയെ ഞാൻ വീണ്ടും രാത്രി എഴുന്നേറ്റ് കണ്ണുനീരോടെ വീണ്ടും പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 89ാം ദിവസം ഞങ്ങൾക്ക് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഞങ്ങളെ വിട്ടു. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജയിലിന് പുറത്ത് വന്നാൽ അമ്മയുടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഞങ്ങളുടെ കേസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും CBCDക്ക് കൈമാറി 50 നാൾ ടൈം കൊടുത്തു. CBCDക്ക് അൻപിയോതി ആശ്രമത്തിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഫോറിൻ ഫണ്ട് എന്നറിയുവാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ നാട് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂള്, കോളേജ്, ഞങ്ങൾ എവിടെയെല്ലാം ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം CBCDകൾ വന്ന് അന്വേഷിച്ചു. എന്ത് ഒരു ഇതും കിടക്കവേ ഇല്ല, പ്രോപ്പർട്ടിയും ഇല്ല എന്ന് തെളിയിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഹൈക്കോർട്ട് ഞങ്ങൾക്ക് ജാമ്യം നൽകി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിലോ എന്ത് തെറ്റും കുറവുകളോ ഒന്നുമില്ല എന്ന് CBCD ഹൈക്കോടതിയിൽ കൊടുത്തു. അതിന് പ്രകാരമാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്.
ഞങ്ങളുടെ എല്ലാ കേസുകളിൽ നിന്നും പരിപൂർണ വിടുതൽ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ മാതാവാണ് ഞങ്ങൾക്ക് നൽകിയത്. തുടർന്നും എൻ്റെ ഭർത്താവിൻ്റെ അനുജന് 36 വയസ്സായി. അവൻ പിന്നീട് എന്നാ ചോദിച്ചാൽ ആശ്രമം സീല് വെച്ചു പൂട്ടി, പേഷ്യൻസിനെ എല്ലാം മാറ്റി സ്ഥാപനം സീല് വെച്ചു. അവരെ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് പേഷ്യൻ്റ് 250 പേരെയും മാറ്റി. ഞങ്ങൾ ജയിലിൽ നിന്ന് വന്നു. ഞങ്ങൾക്ക് താമസിക്കുവാൻ സ്ഥലമില്ല, ഭവനമുണ്ട്, സീല് വെച്ചതിനകത്ത് കിടക്കുവാൻ പാടില്ല. ഞങ്ങൾ ആശ്രമത്തിൻ്റെ പുറത്ത് കാറിലും റോഡിലും ആയിട്ട് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട്, അവിടെ തമിഴ്നാട്ടിൽ നല്ല മഞ്ഞാണ്, രാത്രിയില്ല നല്ല മഞ്ഞാണ്, ആ മഞ്ഞിൽ റോഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അവിടെ ഇരുന്ന് ഞാൻ കൃപാസനത്തിൻ്റെ ധ്യാനം യൂട്യൂബ് വഴി കാണും. മൊബൈലെടുത്ത് സീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഈ സീല് ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ കരങ്ങൾ വഴി തുറന്നു നൽകണം എന്ന് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഇപ്പോൾ ആശ്രമത്തിനകത്താണ് താമസിക്കുന്നത്. അമ്മ മാതാവ് ചെയ്ത ആ വലിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 36 വയസ്സായി. അവൻ സൗദിയിലാണ് ജോലി. അവന് വിവാഹാലോചനകൾ പലതും വന്നിട്ടും നടക്കുന്നില്ല. അമ്മ മാതാവിനോട് ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ സഹോദരന് ഒരു വിവാഹം നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസം തികയുന്ന അന്ന് തന്നെ സഹോദരൻ്റെ വിവാഹം നടന്നു. മൂന്നാമതായിട്ട് എൻ്റെ മോള് +2 പഠിക്കുകയാണ്. പോണ്ടിച്ചേരി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവൾക്ക് അടിക്കടി ബോധക്കേടുണ്ടാവും. ഒരു നാൾ സിസ്റ്റേഴ്സ് ഫോൺ വിളിച്ചു, ഏഞ്ചലിന് തലകറങ്ങി സ്കൂളിൽ വീണ് കിടക്കുന്നു, എത്രയും പെട്ടെന്ന് പേരൻസ് വരണമെന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും വണ്ടിയെടുത്ത് വേഗം ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ പോകുമ്പോൾ പറഞ്ഞു സ്കൂളിലാണ് ബോധം കെട്ട് കിടക്കണതെന്ന് പറഞ്ഞു. കുട്ടിയെ അയച്ചുകൊണ്ട് ഞങ്ങൾ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം അവൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുത്തെ നേർച്ച വസ്തുവായ എണ്ണയും തൈലവും ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മകളുടെ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ ഈ മകൾക്ക് പൂർണ്ണമായ സുഖവും സൗഖ്യവും വിടുതലും അവിടുത്തെ വിശുദ്ധ നാമത്തിൽ നൽകിയാൽ ഈ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഇപ്പോൾ ഞാൻ മകളെ കൊണ്ടുവന്നിട്ട് അവർക്ക് എക്സാം നടക്കുന്നതിനാൽ കൊണ്ടുവന്നിട്ടില്ല. അമ്മ മാതാവ് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പിന്നെ നാലാമതായിട്ട് എനിക്ക് 15 വർഷമായിട്ട് കാലിന് വേദനയായിരുന്നു. പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെൻറ്റ് എടുത്തു. വേദനയ്ക്ക് എന്തോ ഒരു ശമനവും കിട്ടിയില്ല. അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടിയിൽ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് 15 വർഷമായി കാലിൻ്റെ വേദന അമ്മ മാതാവ് പൂർണ്ണമായും മാറ്റി നൽകി. അതേമാതിരി എൻ്റെ അമ്മച്ചി പാലായിൽ ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനായിരുന്നു. ഒരു സഹോദരങ്ങൾ ഫോൺ വിളിച്ചു, അമ്മയെ വന്ന് കണ്ടുകൊള്ളൂ, ഇനി അമ്മയെ കാണുവാൻ സാധിക്കുകയില്ല എന്ന്. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും അമ്മയെ കാണുവാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പാലായിലെത്തി. അമ്മയെ കണ്ടു. അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല. എൻ്റെ ബാഗിലിരുന്ന നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം എടുത്ത് അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. അമ്മ ഇന്ന് 2 വർഷമായിട്ട് പൂർണ്ണ സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് അമ്മേനെ ഞാൻ കൊണ്ടുപോവുകയാണ്. പിന്നെ ഈശോ ഞങ്ങൾക്ക് നിറയെ അനുഗ്രഹങ്ങൾ കൊടുത്തു. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാതെ ഒരു വിഷയമായിരുന്നു എനിക്ക് ഒരു സ്ഥലം വാങ്ങണമെന്നുള്ളത്. ആഗ്രഹിച്ച എൻ്റെ ആശ്രമത്തിനോട് ചേർന്ന് ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അത് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പൈസ ഇല്ലാത്തതിനാൽ അമ്മ മാതാവ് ആ 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തന്ന് എന്നെ അമ്മ മാതാവ് സഹായിച്ചു. ഇത്രയും അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി സ്തുതിയും സ്തോത്രവും